JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ തൊഴിൽ വാർത്തയിൽ ഒരു ജോലി ഒഴിവിനെ സംബന്ധിച്ച ഒരു വാർത്ത കാണാനിടയായി. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു ഒഴിവിനെ സംബന്ധിച്ച വളരെയധികം ഒഴിവുകൾ, അതായത് SN ട്രസ്റ്റ് കോളേജുകളിൽ 92ഓളം അനധ്യാപക പോസ്റ്റുകളാണ് ഉള്ളത് എന്നാണ് തൊഴിൽ വാർത്തയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒഴിവുകൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ഒരു ജോലി എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ധാരാളം അവസരങ്ങൾ ഇങ്ങനെ വരാറുണ്ടെങ്കിലും പല ഉദ്യോഗാർത്ഥികളും അറിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഒഴിവുകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. SN ട്രസ്റ്റ് കോളേജുകളിലാണ് ഒഴിവുള്ളത്. അതായത് ശ്രീനാരായണ ട്രസ്റ്റിന് കീഴിലുള്ള വിവിധ കോളേജുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളിലാണ് അവസരമുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ നോക്കാം. ഓരോ തസ്തികയും നോക്കാം. UGC ലൈബ്രറിയന്റെ ഒഴിവുണ്ട്, 4 എണ്ണമാണുള്ളത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ 9 ഒഴിവുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കിന്റെ 6 ഒഴിവുണ്ട്. ഹെർബേറിയം കീപ്പർ 2 2 ഒഴിവുണ്ട്. ഗാർഡിനർ 2. ഓഫീസ് അറ്റൻഡന്റിന്റെ 39 ഒഴിവുകളുണ്ട്. ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ 7 ഒഴിവ് PWD വിഭാഗത്തിന് ഉള്ളതാണ്. ഇനി അടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ LD ക്ലർക്കിന്റെ 1 ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് 4 ഒഴിവുണ്ട്. മെക്കാനിക്ക് 3 ഒഴിവുണ്ട്. ഹെർബേറിയം കീപ്പർ 1 1 ഒഴിവുണ്ട്. ഗാർഡനറിന്റെ 1 ഒഴിവുണ്ട്. ഓഫീസ് അറ്റൻഡന്റ് 14 ഒഴിവുണ്ട്. ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ 3 ഒഴിവ് PWC വിഭാഗത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 1 ഒഴിവുണ്ട്. മെക്കാനിക്കിന്റെ 1 ഒഴിവുണ്ട്. അവിടെയും ഓഫീസ് അറ്റൻഡന്റിന് 4 ഒഴിവുണ്ട്. ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ 1 ഒഴിവ് PWD വിഭാഗത്തിനാണ്. അതിന്റെ ഈ യോഗ്യതയും പ്രായപരിധിയൊക്കെ സംബന്ധിച്ച് UGC സർവകലാശാല സർക്കാർ ചട്ടപ്രകാരമാണ് എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ അപേക്ഷാ ഫീസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓരോ തസ്തികകൾക്കും വ്യത്യസ്തമായ അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് കൊല്ലം ശ്രീനാരായണ ട്രസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സഹിതം തപാലായി അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൊല്ലം SN ട്രസ്റ്റ്, കൊല്ലം ശ്രീനാരായണ ട്രസ്റ്റ് ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സഹിതം തപാലായി അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. കൊല്ലം ശ്രീനാരായണ ട്രസ്റ്റ് ഓഫീസിലുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഒഴിവുകളെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും അതിൻ്റെ അപേക്ഷാപൂർവ്വവും കാര്യങ്ങളും എല്ലാം തന്നെ കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ധാരാളം 92ഓളം അനധ്യാപക തസ്തികകളിലേക്കാണ് ധാരാളം ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് ആണെങ്കിൽ പോലും ഏകദേശം 45ഓളം ഒഴിവുകൾ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒഴിവുകളിലെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് പരീക്ഷകളൊക്കെ പാസ്സാവുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ജോലി എന്ന സ്വപ്നമൊക്കെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ നമ്മളെ പല മേഖലകളിൽ കൂടി നമ്മൾ ജോലിക്ക് വേണ്ടി നമ്മൾ തിരയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പല വഴിക്ക് നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ PSC പഠനമൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് സാധ്യമാക്കാൻ സാധിക്കും. നമ്മൾ ഓരോ വഴിക്ക് അപ്പോൾ നല്ല നല്ല ജോലികൾ കിട്ടുന്ന അവസരത്തിൽ മറ്റു ജോലികളിലേക്ക് മാറി നമുക്ക് പുതിയ ജോലികൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ തന്നെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.